കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഗസ്റ്റ് 9 വ്യാപാര ദിനത്തോടനുബന്ധിച്ച് വ്യാപാര ഭവനിൽ വെച്ച് വ്യാപാര ദിനം ആഘോഷിച്ചു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ അധ്യക്ഷത വഹിച്ചു. ഇന്ന് സെപ്റ്റംബർ 9 വ്യാപാര ദിനം. ദേശീയ തലത്തിൽ തന്നെ എല്ലാ യൂണിറ്റിലും ഇത്തരത്തിൽ ചെറിയ പ്രോഗ്രാംസ് എല്ലാ യൂണിറ്റിലും നടത്തുന്നുണ്ട്. പല സ്ഥലത്തും ചാരിറ്റി, പല സ്ഥലത്തെ ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും വടക്കാഞ്ചേരി നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുക, ഒപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ക്ലാസ് ബഹുമാനപ്പെട്ട CA സാറ് നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്നത്തെ മാറ്റർ വെർച്വൽ അറസ്റ്റും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പും. നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരു വെർച്വൽ അറസ്റ്റ് അടിച്ചാൽ അതിൽ ഒരുപാട് കേരളത്തിലടക്കം നടന്ന തട്ടിപ്പുകളെ കുറിച്ച് ഒക്കെ അതിൽ കാണുന്നു. 10 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട വ്യക്തികൾ. ഏറ്റവും രസകരമായ കാര്യം, അഡ്വക്കേറ്റ്, എഞ്ചിനീയർ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഈ സംഖ്യ നഷ്ടപ്പെട്ട ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓൺലൈൻ ഓൺ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവിടെ വരുന്നത് ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് നമ്മളെ പല രീതിയിലും അവര് ഭയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് പറഞ്ഞത്. ഇപ്പൊ ഞാൻ 2-3 കണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്ത് നടത്തിയതാണ് ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞത്. അതിന്റെ പേര് പറഞ്ഞ ഏകദേശം 15 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ കയ്യിൽ പോയി. PN ഗോകുലൻ സ്വാഗതം ആശംസിച്ചു. മുതിർന്ന വ്യാപാരിയായ പോൾസനെ അസോസിയേഷൻ അംഗങ്ങൾ വസതിയിൽ ചെന്ന് പൊന്നാടയണിച്ച് ആദരിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ISHO ശ്രീ ഷാജഹാൻ UK, മുതിർന്ന വ്യാപാരികളായ VV ഡേവിസ്, PM മുഹമ്മദ് കുട്ടി എന്നിവരെ വ്യാപാര ഭവനിൽ വെച്ച് പൊന്നാടയണിച്ച് ആദരിച്ചു. പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വ്യാപാരികളാണെന്നും പല കച്ചവട സ്ഥാപനങ്ങളിലും CCTV വെച്ച് സഹായിക്കുന്നത് വ്യാപാരികളാണെന്നും നാട്ടിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വ്യാപാരികളാണെന്നും വെർച്വൽ അറസ്റ്റും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചും അദ്ദേഹം വ്യാപാരികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്ത് സംസാരിച്ചു. വ്യാപാരികളുടെ കൂട്ടായ്മ ഇങ്ങനെ വ്യാപാരത്തിനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവരുടെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ ആകെ 1 മാസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തത്. ആരെയും കൃത്യമായിട്ട് പരിചയപ്പെടാനോ മറ്റു കാര്യങ്ങളോ സാധിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് എവിടെ ചെന്നാലും വ്യാപാരികൾ എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാടിനെ ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു വിഭാഗമാണ് വ്യാപാരികൾ. നമുക്കറിയാം, വ്യാപാരികൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഓൺലൈൻ ട്രേഡിംഗ് ആയാലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റുമെല്ലാം കച്ചവടം, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങള് അശാസ്ത്രീയമായിട്ടുള്ള പല ആളുകളുടെയും കച്ചവടങ്ങൾ, അതെല്ലാം മൂലം പല ആളുകളും പ്രതിസന്ധി നേരിടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ. ഒരുപാട് സാധാരണക്കാരുടെ കുടുംബം കഴിയുന്നതും അതുപോലെ ഒരുപാട് സാധാരണക്കാർക്ക് ജോലി നൽകിയിരുന്നതുമായ വലിയ പ്രസ്ഥാനമാണ് വ്യാപാരികൾ എന്ന് പറയുന്നത്. അവരുടെ ഉന്നമനമാണ് പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ടൗണുകൾ വികസിക്കാനും ചെറിയ ചെറിയ പ്രദേശങ്ങള് സമൃദ്ധിയിലെത്താനും ഒക്കെ കാരണമായിട്ടുള്ളത്. അവർ ഇന്നൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പോലീസിനെ സംബന്ധിച്ച് പോലീസിംഗിലെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വിഭാഗമാണ് വ്യാപാരികൾ. കാരണം മറ്റൊന്നുമല്ല, പോലീസിന് ഏറ്റവും നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് വ്യാപാരികളോടാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് മോഷണങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ ടൗണിലൊക്കെ വരുന്ന സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബാറുകളൊക്കെ ആണെങ്കിൽ അവിടെ അടിപിടി ഉണ്ടാവുക, ഇതൊക്കെയാണ് പോലീസിനെ സംബന്ധിച്ച് വരുന്ന തലവേദനകൾ. അതിനൊക്കെ ഉണ്ടാകാനുള്ള പരിഹാരം ഉണ്ടാക്കുന്ന വിഭാഗം, അതിന് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യാപാരികളാണ്. അത് വ്യാപാരികൾ ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നഗരങ്ങളിലൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചും അതുപോലെ തന്നെ അവരുടെ കടയിൽ CCTV വെച്ച് അതുപോലെ തന്നെ അവർക്ക് കടകളിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയും അവരുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയൊക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ആ രീതിയിലെല്ലാം പോലീസുമായി നാട്ടിലെ ക്രമസമാധാനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് വ്യാപാരികൾ.
ഓൺലൈൻ വ്യാപാരത്തിന് GST ചുമക്കാത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും ഓൺലൈൻ വ്യാപാരത്തിൽ നടക്കുന്ന നികുതി വെട്ടിപ്പുകൾ സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാക്കുന്നുവെന്നും അത് തടയാനുള്ള സംവിധാനം ഒരുക്കാതെ ചെറുകിട വ്യാപാര മേഖലയെ സർക്കാരുകൾ പീഡിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അജിത് മല്ലയ്യ സംസാരിച്ചു. PS അബ്ദുൽ സലാം, എൽതോപ്പോൾ, CA ഷംസുദ്ദീൻ, VV ഫ്രാൻസിസ്, K ജയകുമാർ, ഷിജു തലക്കോടൻ, പ്രശാന്ത് മല്ലയ്യ എന്നിവർ പങ്കെടുത്തു